ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം ഇതേപോലെ കണ്ടില്ലേ, പലതരത്തിലുള്ള സ്കെയിൽ വെച്ചിരിക്കുന്നത്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്കെയില്, ഷേപ്പ് സ്കെയില്, ഇങ്ങനെ പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ഷേപ്പ് സ്കെയിൽ പോലത്തെയാണ്. അതേപോലെ ഒരു സാധാ ഒരു സ്കെയിൽ, ചെറിയൊരു സ്കെയിൽ മേടിച്ചിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി നെക്കിൻ്റെ അവിടെയൊക്കെ സ്ക്വയറാക്കി വരയ്ക്കുമ്പോൾ നമുക്ക് ആ കൊച്ചു സ്കെയിലാണ് നമുക്കത് എളുപ്പമാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ അടുത്തത് നമുക്ക് വേണമെന്നുള്ളത് കത്രിക വേണം. കത്രിക തന്നെ പല സൈസിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതേപോലെ ഒരു കത്രിക, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ ടേപ്പ് വേണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. തീരെ അറിയാത്ത പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തിട്ടാണേ. ഇതേപോലൊരു ടേപ്പ് വേണം. പിന്നെ നൂല് നമുക്ക് വലുതും ചെറുതുമായിട്ട് പല സൈസ് നൂലുകൾ കിട്ടും. ഇപ്പം ഞാനിത് 3 നൂലേ കാണിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണേ. മാർക്കിംഗ് റോളർ എന്ന് പറയും. ഇത് ഇത്തിരി പഴകിയതാണ്. ഇത് കുറച്ച് നാളായതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് ഈ ഡാട്ടൊക്കെ അടയാളപ്പെടുത്തിയിട്ടും ഇങ്ങനെ വരച്ചു കൊടുത്താൽ മറു സൈഡിലേക്ക് അത് കാണാൻ, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ഇതേപോലെ ചോക്കാണ്. കണ്ട, ഇതേപോലെ നമുക്ക് പലതരത്തിലുള്ള ചോക്ക് ഇതേപോലെ ഒരു കവറിൽ വാങ്ങാൻ കിട്ടും. കണ്ട, പല കളറാണ്. നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ചോക്കാണ്. ഇത്രയും സാധനങ്ങൾ. ഇതേപോലെ ആം ഹോള് വരയ്ക്കാനും നെക്ക് വരയ്ക്കാനൊക്കെ നമുക്കിതുണ്ടെങ്കിൽ അത്യാവശ്യമാണ്. നമുക്കിത് എളുപ്പമാണ്, എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ഫ്രഞ്ച് കർവെന്നും ആം ഹോൾ കർവെന്നൊക്കെ പറയുന്നതാണ്. ഇത് നമുക്ക് വേണ്ടത് ഹൂക്കാണ്. നമുക്ക് ഹൂക്ക് വേണമല്ലോ. ബ്ലൗസ്, പട്ടുപാവാട, ഉടുപ്പ്, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹൂക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഹൂക്കാണ്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് നമുക്ക് പട്ടുപാവാടയുടെ ഉടുപ്പിൽ വയ്ക്കുന്ന ഐയാണ്. അതിൻ്റെ ഹൂക്ക് എൻ്റെ കയ്യിലില്ല, അത് തീർന്നു പോയിട്ടുണ്ട്. ഇപ്പോഴത്തേന് ഇത്രയും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതുപോലെ സിബ് വേണം. അത് നമുക്ക് സിബ് ആവശ്യം വരും. സിബ് ഇപ്പം പലതരത്തിലുണ്ട്. ഇൻവിസിബിൾ സിബുണ്ട്, സാധാ സിബുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു സിബാണ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനം കൊടുക്കുന്ന കടകളിലെല്ലാം കിട്ടും. പിന്നെ ഇതൊക്കെ നമ്മുടെ മെഷീൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. കണ്ടില്ലേ, ബോബൻ കേസ് ഒക്കെയാണ്. ബോബനും കേസും ഒക്കെയാണത്. ഒക്കെ രണ്ടും നമ്മൾ ഇത്തിരി കൂടെ ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്കൊന്ന് ചീത്തയായാലും ഉടനെ അടുത്തത് എടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് നമുക്ക് ഇതേപോലെ തെർമോക്കോളാണ്. തെർമോക്കോൾ എന്ന് വെച്ചാൽ അത് നമ്മൾ ഏത് തുണിയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് പോട്ട്ലി ബട്ടണൊക്കെ ഇതിനകത്ത് കവർ ചെയ്ത് നമ്മുടെ ചുരിദാറിലൊക്കെ വെക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിനകത്ത് വേറെ തുണി ചുരുട്ടിയൊക്കെ വെക്കുന്നതിനേക്കാൾ ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിന് നൂല് കൊണ്ട് ചുറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോ ബട്ടൺ. അതേപോലെ നമ്മൾ ഏത് ചുരിദാറാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ചുരിദാറിൻ്റെ തന്നെ നമുക്ക് ഇതിൽ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ആ കളറിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ പാൻറ്റിൻ്റേതാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഷോ ബട്ടൺ ചെയ്യുന്ന ഇതാണ്. പിന്നെ അടുത്ത് നമുക്ക് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ക്യാൻവാസ് വേണമല്ലോ, നെക്കിൽ വയ്ക്കുന്ന ക്യാൻവാസ്, അതാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് 2 സൈസ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇത് ഒന്ന് തീരെ കട്ടി കുറഞ്ഞ പേപ്പർ ക്യാൻവാസ് ആണ്. അത് നമുക്ക് സാധാ ഈ ഷിഫോൺ അല്ലെങ്കിൽ അതുപോലുള്ള ഓയിലായിട്ട് ഉള്ള തുണിയുണ്ടല്ലോ, അതിലൊക്കെ വെക്കുമ്പോൾ നമുക്കത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നല്ല കട്ടിയുള്ള ക്യാൻവാസ് ആണ്. അത് നമുക്ക് ഇതുപോലെ കോട്ടൺ ചുരിദാറിലൊക്കെ വെക്കാൻ കൊള്ളാം, നല്ലതാണത്. മറ്റതിന് തീ കുറച്ച്, അയൺ ബോക്സിൽ തീ നമുക്ക് അല്പം കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഇത് ഡോറിയാണ്. നമ്മുടെ ഈ പട്ടുപാവാടയുടെ ഉടുപ്പിൻ്റെയൊക്കെ ബാക്കിൽ, അല്ലെങ്കിൽ നമ്മൾ വെഡ്ഡിങ് ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിലൊക്കെ ഇതുപോലെ
ഈ ഗോൾഡ് കളറ് പല കളറുണ്ട്, നമുക്ക് അത് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങിച്ച് അതുപോലെ വലിപ്പവും പല വലിപ്പത്തിലുള്ളതുണ്ട്, അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ ലേസാണ്. ഇതൊക്കെ റേറ്റ് കുറഞ്ഞ ലേസാണ്. അത് ഇതും അതുപോലെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. ലേസ് മാതിരി നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെയൊക്കെ അറ്റത്തും നെക്കിലും ഒക്കെ, ബ്ലൗസിൻ്റെ നെക്കിൽ ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ലേസുകളാണ്. സ്റ്റോൺ വർക്ക് ചെയ്ത ഇതാണ്. പിന്നെ ഇതൊക്കെ ബീഡ്സുകളൊക്കെയാണ്. ബീഡ്സ്, കട്ട് ബീഡ്സ്, ക്യൂബ് പോലിരിക്കുന്ന ആ സൈസ് ബീഡ്സ് ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ എടുക്കാം, ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒട്ടിക്കുന്ന സ്റ്റോണുകൾ ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. കണ്ടില്ലേ, ഇതൊരു ക്യൂബ് പോലിരിക്കുന്ന ആ ഒരു സ്റ്റോണാണത്. ഇപ്പം ഇത് ഒട്ടിക്കുന്ന സൈസാണ്. ഇങ്ങനെ പല സൈസുണ്ട് നമുക്കിത്. ഇതൊക്കെ ഞാൻ എടുത്തതിൻ്റെ ബാക്കിയൊക്കെ പോകാതെ കെട്ടി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ. ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ എടുത്ത ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഇതൊരു ഹോള് പോലെയുള്ളതാണ്. ഇത് ഒട്ടിച്ചിട്ട് അതിനകത്ത് ഇതേപോലെ തന്നെ വേറെ ഒരു സ്റ്റാർ പോലെ ഒരു സ്റ്റോൺ കിട്ടും. അത് നമുക്ക് അതിനകത്തേക്ക് ഒട്ടിച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ പല മോഡലിലുള്ളതുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇതുപോലെ ഇരിക്കും. അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ ആ മുകൾ ഭാഗത്തുണ്ടല്ലോ, മുകൾ ഭാഗത്തേക്ക് നമുക്ക് സ്റ്റോൺ പോലത്തെ ഒരു ഇത് കിട്ടും. അതും കൂടെ വെച്ച് കൊടുക്കണം. അടുത്തത് ഇതേപോലെ കുഞ്ചലമാണ്. നമ്മുടെ ഈ ഉടുപ്പിന് ഡോറിയിൽ കെട്ടിയിടുന്നതാണ്. പട്ടുപാവാടയുടെ ഉടുപ്പിനും ബ്ലൗസിനും ഒക്കെ ബാക്കിലൊക്കെ നമുക്കിത് പലതരത്തിൽ കിട്ടും. അപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന സംഭവം, അതിൻ്റെ അകത്ത് ഇതേപോലെ ഇത് കണ്ടില്ലേ, ഇതിലിപ്പം ഒരു സ്റ്റാർ പോലെയാണ് ഇരിക്കണത്. സ്റ്റാർ പോലെയല്ല, ഒരു കോണ് പോലെ ഉയർന്നിരിക്കും. ആ ഭാഗം ഇതേപോലെ എടുത്തിട്ട് കണ്ടില്ലേ, അതിൽ പച്ച വെച്ചിട്ട് നമുക്ക് അത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം പശ പുരട്ടി ഇതും കൂടെ വെച്ച് കൊടുത്തിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ എടുക്കുന്ന സംഭവമാണിത്. ഇതൊക്കെ കൂടുതലും വർക്ക് ചെയ്യാനാണ് ഇതൊക്കെ എടുക്കുന്നത്. കണ്ടില്ലേ, അതിലെ കുഞ്ചലം ഇതിനേക്കാളൊക്കെ വലിയ സൈസ് ഉണ്ട്. പല സൈസും നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ എടുത്ത് കാണിച്ച അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ബ്ലൗസിലും അതുപോലെ വെഡ്ഡിങ് ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണത്. കണ്ടില്ലേ, ഇതേപോലെ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ ഇത് പരിചയപ്പെടുത്തിയത്. അതേപോലെ തന്നെ നമുക്ക് കത്രിക ഉപയോഗിച്ച് നൂല് കട്ട് ചെയ്യുന്നതിന് ഒരു ചെറിയ കട്ടറുണ്ട്. അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഓക്കെ.